നമസ്കാരം. അമ്മയിൽ നിന്ന് രാജിവെച്ചപ്പോഴോ മോഹൻലാൽ ഒന്നും സംസാരിച്ചില്ല. ഒരു പ്രതികരണവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തി കണ്ടുമില്ല. പക്ഷേ ദിവസങ്ങൾക്കിപ്പുറം ഇന്ന് മാധ്യമങ്ങളെ മോഹൻലാൽ കാണുമെന്ന് പറഞ്ഞപ്പോൾ വളരെ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും അല്ലാതെയും പല പരാതി മൂലം പലർക്കുമെതിരെ ഉയർന്നു വരുന്ന ലൈംഗിക ആരോപണത്തിലടക്കം മോഹൻലാൽ ഒരു മറുപടി പറയും, അദ്ദേഹത്തിന്റെ നിലപാട് പറയും എന്നൊക്കെയാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ മാധ്യമങ്ങളുടെ മുമ്പിൽ മോഹൻലാലിന്റെ പ്രതികരണം കണ്ടപ്പോൾ തീർത്തും നിരാശാജനകം എന്ന് മാത്രമേ പറയാൻ തോന്നിയുള്ളൂ. മോഹൻലാൽ എന്താണ് പറയുന്നത്? അതായത് നിരവധി ചോദ്യങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് ഉയരുന്ന പല ചോദ്യങ്ങളുമായാണ് മാധ്യമപ്രവർത്തകർ മോഹൻലാലിന് മുമ്പിൽ ഇരുന്നത്. അവർ മോഹൻലാലിനോട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മോഹൻലാൽ മൈക്കെടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ അതിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിലുണ്ടായിരുന്നത്. ഒന്ന്, അമ്മ ചെയ്യുന്ന കുറേ ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നു. രണ്ടാമത്, നിങ്ങൾ സിനിമാ മേഖലയെ തകർക്കരുത് എന്ന് മോഹൻലാൽ പറയുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് മോഹൻലാൽ തുടക്കം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്. ഇവിടെ ഒരിടത്തും അദ്ദേഹം ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കൊടിയ യാതനകളെക്കുറിച്ചോ അനീതികളെക്കുറിച്ചോ ഒരക്ഷരം മിണ്ടിയില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ ചെയ്തു എന്ന് കാണിക്കാൻ, ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രതികരിച്ചു, ഒളിച്ചോടിയിട്ടൊന്നും ഇല്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു വലിയ അഭിനയം അദ്ദേഹം കാഴ്ചവെച്ചു. അത് മാധ്യമപ്രവർത്തകർക്ക് നന്നായി മനസ്സിലായി. മാധ്യമപ്രവർത്തകർ അദ്ദേഹം മൈക്ക് വെച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമം നടത്തുമ്പോൾ അദ്ദേഹത്തിനടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നു. പിന്നെ അവിടെ നിന്ന് പെട്ടുപോകുമെന്ന് മനസ്സിലായപ്പോൾ മോഹൻലാൽ മൈക്കുമെടുത്ത് മുന്നിലേക്ക് വരുന്നുണ്ട്. മോഹൻലാൽ എങ്ങനെയാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത്? അദ്ദേഹം തുടക്കം തന്നെ പറയുകയാണ്, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എൻ്റെ കയ്യിലില്ല എന്നാണ് മോഹൻലാൽ പറയുന്നത്. കഴിഞ്ഞ 47 വർഷമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിലുള്ള വിഷയങ്ങളെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്നത് മാത്രമേ എനിക്കും അറിയൂ എന്നൊക്കെയാണ് അദ്ദേഹം ഉത്തരം പറയുന്നത്. ആ ഉത്തരവൊക്കെ കേട്ടപ്പോൾ സത്യത്തിൽ ചിരിയാണ് വന്നുപോയത്. അതൊരു കോമഡി സിനിമയിലാണ് അദ്ദേഹം പറഞ്ഞിരുന്നതെങ്കിൽ ആ സദസ്, ആ തിയേറ്റർ മുഴുവൻ ചിരിച്ച് ഒരു പരുവായാണ്. മാത്രമല്ല അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് ഞങ്ങളെ കന്യരായത് എന്ന ഒരു സെന്റിമെന്റൽ ഒരു ഡയലോഗ് കൂടി അദ്ദേഹം അടിക്കുന്നുണ്ട്. മിസ്റ്റർ മോഹൻലാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെ അന്യരായി എന്ന് ചോദിച്ചാൽ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത് കടുത്ത സ്ത്രീ വിരുദ്ധതയും പുരുഷാധിപത്യവുമാണ്. അതായത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു നടിയാകണമെന്ന് ആഗ്രഹിച്ച് സിനിമാ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അവൾ നേരിടേണ്ട വലിയ കടമ്പകൾ, വലിയ പ്രതിസന്ധികൾ, കിടക്കവര പങ്കിടേണ്ടി വരുന്ന അവസ്ഥ, അതൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ നിങ്ങളെപ്പോലുള്ള തലമൂത്ത നടന്മാർക്ക് ഇടപെടാനോ അത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങളൊക്കെ അന്യരായി തോന്നുന്നത്. ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലെ ഒരംഗമായിട്ടാണ് ഞങ്ങൾ ഇന്നലെ വരെ നിങ്ങളെയൊക്കെ കണ്ടിരുന്നത്. പക്ഷേ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതായത് ഒരു പെണ്ണിനെ, ഒരു സ്ത്രീയെ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ചൂഷണം ചെയ്യുന്നത്? ഇപ്പൊ തന്നെ ഏറ്റവും അവസാനം കേട്ട വാർത്ത, ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ, അതായത് അസിസ്റ്റന്റ് ഡയറക്ടർ അവിടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നു. ആ സിനിമയിൽ ആരാണ് നായകൻ? മോഹൻലാലാണ്. ആരാണ് ഡയറക്ടർ? പൃഥ്വിരാജാണ്. അപ്പൊ ഇത്തരം സംഭവങ്ങൾ നിങ്ങളുടെ മൂക്കിന് താഴെ നടക്കുമ്പോൾ പോലും നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, നിങ്ങൾ സിനിമയിലൊക്കെ കാണിക്കുന്ന ആ ഒരു ഹീറോയിസം നിങ്ങൾക്ക് ജീവിതത്തിൽ കാണിക്കാൻ കഴിയുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് അന്യരായിട്ട് തോന്നുന്നത്. മാത്രവുമല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് രാജിവെച്ച് ഒളിച്ചോടുന്ന സാഹചര്യമല്ലേ പൊതുവെ ഉണ്ടായിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണം രേഖപ്പെടുത്തും. ഇപ്പോൾ ഈ മൊത്തത്തിൽ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾക്കൊക്കെ ഒരു വ്യക്തമായ മറുപടി നൽകിക്കൊണ്ട് ആ വിഷയങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നിടത്ത് നിങ്ങളൊക്കെ നിശബ്ദതയുടെ കുപ്പായം അണിയുന്ന സാഹചര്യമല്ലേ ഉണ്ടായത്. സിദ്ദിഖിനെതിരെ, മുകേഷിനെതിരെ, അതുപോലെ തന്നെ ജയസൂര്യക്കെതിരെ, ഇടവേള ബാബുവിനെതിരെ, മണിയമ്പിള്ള രാജുവിനെതിരെ, അങ്ങനെ ഇവർക്കെതിരെയൊക്കെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അത് സാധാരണ ആരോപണങ്ങളാണോ? ബലാത്സംഗവും അതുപോലെ തന്നെ ലൈംഗിക അതിക്രമവും അടക്കമുള്ള ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. ആരായിരുന്നു സിദ്ദിഖ്? അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നില്ലേ? അപ്പോൾ ആ വിഷയങ്ങളിലൊന്നും നിങ്ങൾക്ക് മറുപടി ഇല്ലാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് കാണുമ്പോൾ മലയാളികൾക്ക് അന്യരായിട്ട് തോന്നും. അത് സ്വാഭാവികമാണ്. എന്നിട്ട് മോഹൻലാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മോഹൻലാലിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മോഹൻലാൽ പറയുന്നത്, എനിക്ക് എൻ്റെ കയ്യിൽ അതിനുള്ള ഉത്തരമില്ല എന്ന് പറയുന്നിടത്താണ് മോഹൻലാൽ എന്ന് പറയുന്ന നടന്റെ യഥാർത്ഥ അഭിനയം ഞങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നത്. മാത്രവുമല്ല, എന്തൊക്കെയാണ് പറയുന്നത്? സിനിമാ വ്യവസായത്തെ തകർക്കരുത്. ആരാണ് സിനിമാ വ്യവസായത്തെ തകർക്കുന്നത്? സിനിമാ വ്യവസായത്തെ തകർക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളെയൊക്കെ വളർത്തി നിങ്ങളെയൊക്കെ ഇത്ര വലിയ സ്റ്റാറുകളാക്കി മാറ്റുന്നത് ഇവിടുത്തെ പ്രേക്ഷകരാണ്, ജനങ്ങളാണെന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല എന്നത് മാത്രമല്ല, ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സുരേഷ് ഗോപിയോട് ചോദ്യം ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി, അതായത് ഞാൻ അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അമ്മയെക്കുറിച്ച് ചോദിക്കണം, വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീടിനെ കുറിച്ച് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ച കണ്ടെങ്കിൽ മറ്റൊരു രീതിയിലുള്ള വ്യത്യസ്തമായ ഒരു അഭിനയമാണ് മോഹൻലാൽ നടത്തിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.
നമുക്ക് WCCയെ കുറിച്ച് സംസാരിക്കേണ്ട, അമ്മയെക്കുറിച്ച് സംസാരിക്കേണ്ട, നമുക്ക് സിനിമയെക്കുറിച്ച് സംസാരിക്കാം എന്നൊക്കെയാണ് മോഹൻലാൽ പറയുന്നത്. എന്നാൽ മോഹൻലാൽ എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്? വരൂ, നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ വിരുദ്ധതയെക്കുറിച്ച് സംസാരിക്കാം, എങ്ങനെ തിരുത്തൽ നടത്താം എന്നതിനെ കുറിച്ച് സംസാരിക്കാം. ഒരു ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചില്ല. അദ്ദേഹം ആ വിഷയങ്ങളിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം പ്രതികരിക്കുന്നതൊക്കെ അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത രീതിയിലൊക്കെയുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെയൊക്കെ ഇനി സിനിമയിൽ അഭിനയിപ്പിക്കുമോ, അല്ലെങ്കിൽ അവരെയൊക്കെ ഈ സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതല്ലേ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അതിലൊന്നും അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള പ്രതികരണവും ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് മോഹൻലാലിനെ വലിയ ഇഷ്ടമാണ് കേട്ടോ. മോഹൻലാലിൻ്റെയൊക്കെ സിനിമകൾ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന ഒരാളാണ്. എന്ന് വെച്ച് മോഹൻലാൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ നിലപാടില്ലാതെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ അദ്ദേഹം ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലൊക്കെ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണല്ലോ, അതുകൊണ്ട് കുറ്റപ്പെടുത്താൻ പാടില്ല, ഇത്തരത്തിലുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്നൊരു തോന്നലൊന്നും എനിക്കില്ല കേട്ടോ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിലവാരമില്ലായ്മ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, അതിലൊരു മാറ്റവും ഇല്ല. മോഹൻലാലിന്റെ ഒരുപാട് സിനിമയൊക്കെ ഞാൻ കാണാൻ പോകണം. എന്ന് വെച്ചാൽ മോഹൻലാലിന്റെ കണ്ട പൊട്ടപ്പടങ്ങളൊക്കെ കണ്ടിട്ട് ഇത് സൂപ്പർ പടം എന്ന് പറയുന്ന തരം ഒരു ആരാധകനൊന്നുമല്ല ഞാൻ. മോഹൻലാലിന്റെ നല്ല പടം കണ്ടാൽ നല്ലതെന്നും പറയും, ചീത്ത പടം കണ്ടാൽ ചീത്തയെന്നും പറയും. ഇപ്പൊ നമ്മുടെ ഈ വാർത്ത കാണുമ്പോൾ പല ആളുകൾക്കൊക്കെ ചില തോന്നലുണ്ടാകാം, ഇത് മോഹൻലാലിനെതിരെ മാത്രമല്ല. ഇത് മോഹൻലാലിനെതിരെ മാത്രമല്ല, സിനിമാ മേഖലയിലുള്ള എല്ലാവർക്കും ഈ പറയുന്ന വിമർശനങ്ങൾ അവർക്കെല്ലാവർക്കും ഉള്ളതാണ്. കാരണം ഈ വിഷയത്തിൽ എല്ലാവരും പ്രതികരിക്കേണ്ടതാണെന്നേ. ഒരു പൃഥ്വിരാജോ, ഒരു ടോവിനോയോ, ഒരു ആസിഫ് അലിയോ പ്രതികരിച്ചുകൊണ്ടായില്ല. എവിടെയാണ് നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എന്ന ചോദ്യങ്ങൾ നേരത്തെ മുതൽ ഉയർന്നു കേൾക്കുകയാണ്. ഇപ്പോഴും മമ്മൂട്ടി മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല. ഒരു ഒളിച്ചോട്ടം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പ്രതികരിക്കുന്ന ഇവർ എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കുന്നില്ല? സ്ത്രീകൾക്ക് വേണ്ടി പ്രതികരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, ശബ്ദമുയർത്തുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു ഉത്തരം ഇവരൊക്കെ ഇങ്ങനെയാണ് എന്നത് തന്നെയാണ്. എന്തായാലും ഞങ്ങളെയൊക്കെ അറിയില്ലേ എന്നാണ് മോഹൻലാലൊക്കെ ചോദിക്കുന്നത്. നിങ്ങളെയൊക്കെ എപ്പോഴാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അതിനപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല. എല്ലാ ഇൻഡസ്ട്രിയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തണം എന്നൊക്കെ അതിന് തുടക്കം വെച്ച് നമ്മുടെ ഇൻഡസ്ട്രിയാണ് എന്നൊക്കെ മോഹൻലാൽ പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും മോഹൻലാലൊക്കെ ഈ അമ്മ സംഘടനയിലൂടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉടനെ പുറത്തു വരണമെന്ന് പറഞ്ഞ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടാകില്ലെന്നേ. ഈ WCCയിലുള്ള അംഗങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഉണ്ടാകില്ലെന്നേ. സത്യത്തിൽ ഇന്ന് മോഹൻലാലിന്റെ പ്രതികരണം ആ പ്രസ് മീറ്റ് കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ തീർത്തും നിരാശ മാത്രമായിരിക്കും സമ്മാനിച്ചിട്ടുണ്ടാവുക. അതായത് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു മറുപടി ഒന്നുമല്ല പ്രേക്ഷകരും മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന ആളുകളും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നത്. എന്തായാലും മോഹൻലാൽ എന്ന് പറയുന്ന നടന് നമ്മുടെ പ്രതീക്ഷയ്ക്കൊപ്പം ഉയരാൻ കഴിഞ്ഞില്ല. എന്തായാലും ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ഇനി മമ്മൂട്ടിയുടെ പ്രതികരണം എന്തായിരിക്കും എന്നുകൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും എത്ര നാളിങ്ങനെ മാളത്തിൽ കയറിയിരിക്കും, പ്രതികരിക്കാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് മമ്മൂക്കായും മാധ്യമങ്ങളെ കാണേണ്ടതാണ്, പ്രതികരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. പിന്നെ അമ്മ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെയൊക്കെ ഇവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് ലാലേട്ടൻ മനസ്സിലാക്കുക. മാത്രമല്ല, ലാലേട്ടൻ വയനാടിന് വേണ്ടി ചെയ്തിരിക്കുന്ന സഹായങ്ങളെ ഒന്നും ഞങ്ങൾ തിരസ്കരിക്കുന്നില്ല, അതൊക്കെ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ സ്ത്രീകൾ ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയരാകുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ സഹപ്രവർത്തകർ വിധേയരാകുമ്പോൾ ഈ നാക്കൊന്നനക്കി അവർക്കെതിരെ ഒന്ന് പ്രതികരിച്ചാൽ നല്ലതായിരിക്കും സൂപ്പർ ഹീറോസെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.